സ്പൈസി കൊറിയൻ മാഗി കഴിച്ചാലോ? വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഒട്ടുമിക്ക പേരും സാധാ മാഗി അല്ലെങ്കിൽ നൂഡിൽസ് കഴിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ സ്പൈസി കൊറിയൻ മാഗീസ് അങ്ങനെ എല്ലാവരും അധികം കഴിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നിവിടെ 3 പാക്കറ്റ് മാഗിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ പാൻ ചൂടാക്കിയതിന് ശേഷം ഒരു 2.5 കപ്പ് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കണം. വെള്ളം അവിടെ ഇരുന്ന് തിളച്ചോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മാഗിയും മസാലകളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം ഏകദേശം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാഗി കൂട്ടന്മാരെ അങ്ങോട്ട് ഇതിലേക്ക് ഇട്ടാലോ? ഒന്ന് പെട്ടെന്നൊന്ന് വേകാൻ വേണ്ടി നമ്മളെല്ലാം ഒന്ന് ജസ്റ്റ് പീസാക്കിയാണ് ഇടുന്നത്. അപ്പൊ മാഗി അവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ മസാലയൊക്കെ പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇടാം. മാഗി ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ മസാല അങ്ങോട്ട് ഇടുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടച്ചു വെച്ച് കുറച്ചു നേരം ഒന്ന് വേവിക്കാം. എന്നിട്ട് ഇടയ്ക്ക് മറിക്കും നമ്മളൊന്ന് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കഴിഞ്ഞിട്ടില്ല. ഇനിയാണ് നമ്മുടെ പ്രധാന താഴത്തെ കൊണ്ടുവരുന്നത്. ഈ ഒരു എരി നമുക്ക് കിട്ടണ്ടേ, അതിനു വേണ്ടിയുള്ള സ്പൈസി സോസ് ആണ് ഇത്. അപ്പോൾ അത് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ നമ്മുടെ വെന്ത മാഗിയിലോട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കാം. അതാ അപ്പൊ നമ്മുടെ കൊറിയൻ സ്പൈസി നൂഡിൽസ് റെഡി. ഇനി ഇതങ്ങോട്ട് സെർവ് ചെയ്യാം, കഴിക്കുക. പിന്നെ എരി കൂടുതൽ ഇഷ്ടമല്ലാത്തവർ ട്രൈ ചെയ്യാൻ നിൽക്കല്ലേ. അത്യാവശ്യം നല്ല രീതിക്കുള്ള എരിയുണ്ട്. അപ്പം എന്നും കഴിക്കുന്ന മാഗിയിൽ നിന്നൊന്ന് സ്വിച്ച് ചെയ്ത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള മാഗി കഴിച്ചാലോ? അങ്ങനെ ഇഷ്ടമുള്ളവർ തീർച്ചയായും ഉണ്ടാക്കി നോക്കൂ. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.